പൊന്നാര മാണിക്കല്ലാതെ ഞങ്ങളിന്ന് കുഞ്ഞോളെ പെരയിലാണ്. കുഞ്ഞോളെ പെരയിലാണ് ഞങ്ങളെ അമ്മല്ലാതെ പിന്നെ ഫസ്റ്റ് ആയിട്ടാണ് നോൽമ്പ് ഉറക്കാൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സങ്കടങ്ങൾ കുറച്ച് പറയാനുണ്ട് ഇതിൽ. ഇമ്മൂന് ഈ അടിപ്പണി ഇന്നാണ് കണ്ടിട്ട്. അടിപ്പണി ഇന്ന് ഞാൻ കാണുകയാണ്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം കുഞ്ഞാണി പൈസ വെച്ച് കൊടുക്കണത്, കുഞ്ഞോളും ഇമ്മും പാടെ പോയിങ്ങാണ്ട് മാർബിൾ വാങ്ങണത്, സെലക്ട് ചെയ്യണത്, വാങ്ങണത് ഒക്കെ കാട്ടി എല്ലാം ചെയ്തു കൊടുത്തു. കുഞ്ഞോളെ പേരാന്ന് പറഞ്ഞാൽ ഇത് ഉമ്മ വെച്ച ഇതാട്ടോ ചെടിയാണ്. നല്ലോണം വലുതായിരിക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് അവനവന്റെ ഉമ്മയാണ്. ഉമ്മയില്ലാത്ത ആളുകളോട് ചോദിച്ചാൽ മതി ഉമ്മയില്ലാത്തതിന്റെ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ പറയാം, ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മ തന്നെയാണ്. ഉമ്മ ഇല്ലാന്നുണ്ടെങ്കിൽ ഉമ്മാന്റെ വാല്യൂ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഉമ്മ നമ്മുടെ കൺമുന്നിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും ഉമ്മമാരുടെ വാല്യൂ മനസ്സിലാവാറില്ല. പക്ഷെ അവർ നമ്മുടെ കൺമുന്നിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, ഒരുപക്ഷെ നമ്മ വിട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ വേദന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഉമ്മമാരുടെ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും പ്യുവറായിട്ടുള്ള സ്നേഹമാണ്. മറ്റാരെക്കാളും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഉമ്മയായിരിക്കും. ഉമ്മാന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അത്രയും പവിത്രമായിട്ടുള്ള ഒരു സ്നേഹമാണ് എന്ന് തന്നെ പറയാം. ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഉമ്മയെ കുറിച്ചാണ്. കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഉമ്മ നമുക്കറിയാം, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നമ്മ പിരിഞ്ഞു പോയിട്ടുള്ള ഒരാളാണ്. ഇൻഫ്ലുവൻസേഴ്സിൽ നമ്മൾക്ക് ഉമ്മാന്റെ അല്ലെങ്കിൽ ഉമ്മമാരുടെ സാന്നിധ്യം അറിയുന്നതിൽ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ഉമ്മ എന്ന് പറയുന്നത് ഒരു വളരെ നല്ലൊരു സാന്നിധ്യമായിരുന്നു. വളരെ എന്താ പറയുക, പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമായിരുന്നു ഉമ്മു എന്നവരെല്ലാവരും സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഉമ്മ. കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെയും ആഷിയുടെയൊക്കെ ഉമ്മ, ആ ഒരു ഉമ്മാനെ ഒത്തിരി പേര് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അവരെ മരണത്തിന് ശേഷം നമുക്കറിയാം. ഒരുപാട് പേര് കരയാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവരുടെ വീഡിയോസിന് താഴെ തുടർച്ചയായിട്ട് കോമൻസ് വരുന്നത്. അപ്പോൾ എന്തായാലും കുറച്ച് മാസങ്ങൾക്ക് മുന്നേ കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം കുഞ്ഞാൻ പാണ്ടിക്കാട് ഒരു ദിവസം കുഞ്ഞാൻ പാണ്ടിക്കാടിൻ്റെ പെങ്ങളുണ്ട് കുഞ്ഞോള്, അവളുടെ വീട്ടിൽ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികളും ഉമ്മമാരും എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക കണക്ഷനാണ്. പെൺകുട്ടികൾക്കും ഉമ്മമാർക്കും ഇടയിൽ ആർക്കും മുറിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അടർത്തി മാറ്റാൻ പറ്റാത്തൊരു ബന്ധമുണ്ട്. കാരണം ഒരു പെൺകുട്ടി ഉമ്മയാകുന്ന സമയത്ത് ഒരു ഉമ്മാൻ്റെ മൂല്യം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അപ്പൊ എന്താണെങ്കിലും ഉമ്മാനെ കാണാൻ പോകുന്ന സമയത്ത് അവർ വീണ്ടും ഉമ്മാന്റെ ചില കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. ഉമ്മ എന്ന് പറയുന്നത് അവരുടെ കുഞ്ഞാൻ പാണ്ടിക്കാടിന്റെ ജീവിതത്തിൽ നിന്നാണെങ്കിലും കുഞ്ഞോളെ ജീവിതത്തിൽ നിന്നാണെങ്കിൽ ഒരിക്കലും അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ്. കാരണം കാണുന്നിടത്തെല്ലാം ചെല്ലുന്നിടത്തെല്ലാം ഉമ്മയുടെ ഓർമ്മകളാണ്. അപ്പൊ എന്തായാലും ഇതിനെ കുറിച്ചൊരു ചെറിയ വിഷയം കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു വരാം. പൊന്നാര മാണിക്കല്ലാതെ ഞങ്ങളിന്ന് കുഞ്ഞോളെ പെരയിലാണ്. കുഞ്ഞോളെ പെരയിലാണ് ഞങ്ങളമ്മല്ലാതെ പിന്നെ ഫസ്റ്റ് ആയിട്ടാണ് നോൽമ്പ് ഉറക്കാൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സങ്കടങ്ങൾ കുറച്ച് പറയാനുണ്ട് ഇതിൽ. ഇമ്മൂന് ഈ അടിപ്പണി ഇന്നാണ് കണ്ടിട്ട്. അടിപ്പണി ഇന്ന് ഞാൻ കാണുകയാണ്, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം കുഞ്ഞാണി പൈസ വെച്ച് കൊടുക്കണത്, കുഞ്ഞോളും ഇമ്മും പാടെ പോയിങ്ങാണ്ട് മാർബിൾ വാങ്ങണത്, സെലക്ട് ചെയ്യണത്, വാങ്ങണത് ഒക്കെ കാട്ടി എല്ലാം ചെയ്തു കൊടുത്തു. കുഞ്ഞോളെ പേരാന്ന് പറഞ്ഞാൽ ഇത് ഉമ്മ വെച്ച ഇതാട്ടോ ചെടിയാണ്. നല്ലോണം വലുതായിരിക്കും. അതേമാതിരി ഇത് ഉമ്മ വെച്ചതാണ്, സെഫി വെച്ചിക്കണ്. അങ്ങനെ ഒരുപാട് ചെടി കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട്. കുഞ്ഞോളാകെ ടെൻഷൻ അടിച്ചു. ഓൾക്ക് അതിന്റെ ആ ഒരു എഫക്റ്റ് ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പൊ എന്താ അറിയോ, ഇമ്മില്ലാതെ ഞങ്ങള് ഇന്നിവിടെ അതിന്റെ അപ്പോൾ ഞങ്ങളെ ഈ കുഞ്ഞോളെ ഈ പെരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഇത് ഉമ്മ വെച്ചതാണ്. ആ ചെടി ഉമ്മ വെച്ചാണ്. കുഞ്ഞോളെ പെരയിലാട്ടോ ഞങ്ങള്. ഉമ്മ ഒക്കെ വളരെ എല്ലാ മോഡലും ഉമ്മയാട്ടോ പറഞ്ഞു കൊടുത്തതാക്കി ഒക്കെ ചെയ്യിപ്പിച്ച് മാഷാ അല്ലാ പേരന്റെ അടിപ്പണി കാര്യങ്ങളൊക്കെ അതിൻ്റെത് കഴിഞ്ഞ് ഉഷാറായി. നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കുഞ്ഞാൻ പാണ്ടിക്കാട് പറയുമ്പോൾ ഉമ്മ അല്ലെങ്കിൽ അവരുടെ ഉമ്മു എത്രത്തോളം കരുതലാണ് മക്കൾക്ക് വേണ്ടി കാത്തുവെച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനൊരു വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഉമ്മമാരുടെ സ്നേഹത്തെക്കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഉമ്മു മരിക്കുന്നതിന് മുന്നേ തൻ്റെ മകൾ കുഞ്ഞോൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച കരുതൽ, സ്നേഹം, എപ്പോഴും ടെൻഷനായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഉമ്മു ഈ കുഞ്ഞോളുടെ വീട് പണിയും അവളുടെ നിലപ്പണിയും ഒക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു. മാർബിള് സെലക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരുന്നു മരണത്തിന് മുന്നേ. അവസാനം
ആ വീട് പണിയെല്ലാം പൂർത്തിയായപ്പോൾ അത് കാണാൻ ഉമ്മുമില്ല എന്നാണ് കുഞ്ഞോ പാണ്ടിക്കാട് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉമ്മുവിന് മകളുടെ വീട് പണിയുടെ കാര്യത്തിൽ ഉണ്ടായിരുന്ന വേവലാതി, ടെൻഷൻ കാര്യങ്ങളെല്ലാം അവരിതിൽ സംസാരിക്കുന്നത്. ഇനി ആ കുഞ്ഞോള് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ആ ആങ്ങളമാര് മാത്രമേ ബാക്കിയുള്ളൂ. കുഞ്ഞോൻ പാണ്ടിക്കാടും അതുപോലെ തന്നെ ബാക്കിയുള്ള ആങ്ങളമാരും മാത്രമേ ബാക്കിയുള്ളൂ. ഇനി ആരൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ കുഞ്ഞോളുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വളരെ പ്രയാസമാണ്. കാരണം ഉമ്മയില്ല, അതുപോലെ തന്നെ ഉമ്മയില്ലാത്തതിൻ്റെ വേദന പെൺകുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവുക. കാരണം ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് പെൺകുട്ടികൾക്കാണ് ഉമ്മമാരോട് കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പം എന്താണെങ്കിലും ഈ ഒരു പെൺകുട്ടിക്ക് അനുഭവിക്കാൻ പോകുന്ന വേദന, ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എന്ന് പറയുന്നത് ചെറുതല്ല. ഒരുപാട് മെമ്മറീസ്, ഒരുപാട് ഓർമ്മകൾ അവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞ വീട്ടിലെ ഓർമ്മകൾ ഷെയർ ചെയ്യുക ഉമ്മമാരോടായിരിക്കും. അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന വേദനകളും അവരനുഭവിക്കുന്ന സന്തോഷങ്ങളും എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് ഉമ്മമാർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ഉമ്മാനോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് റിലാക്സേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവമാണ് ഇപ്പം നമ്മുടെ കുഞ്ഞോൾക്ക് നഷ്ടമായിട്ടിരിക്കുന്നത്. സാധാരണ ഉമ്മമാരുടെ ഷാഡോ ആണ് പെൺകുട്ടികൾ എന്ന് പറയാം, അവരുടെ നിഴലായിട്ടാണ് പെൺകുട്ടികൾ നടക്കാറുള്ളത്. ഈ ഒരു പെൺകുട്ടി കുഞ്ഞോള് ഒരുപാട് വേദനകൾ സഹിക്കുന്നുണ്ടാവും. കാരണം പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യാത്ത ഒരാളായതുകൊണ്ടാണോ എന്താണെന്ന് അറിഞ്ഞൂടാ, വീഡിയോക്കകത്ത് അധികം സംസാരിക്കുന്നൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ കുഞ്ഞോളുടെ വീട് മുഴുവനായ സമയത്ത് ഉമ്മയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സങ്കടം. ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്കിതാണ് തോന്നിയത്. ഉമ്മമാരെ നമ്മൾ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ സ്നേഹിക്കണം. ഉമ്മമാർ ഇപ്പോൾ പല ആളുകളുടെയും, ഈ വീഡിയോ കാണുന്ന പല ആളുകളുടെയും ജീവിതത്തിൽ അവരുടെ ഉമ്മമാരിപ്പോൾ ഉണ്ടാവും. ആ ഉമ്മമാരെ ജീവനുള്ള സമയത്ത് അവരെ സ്നേഹിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിട്ടുപിരിഞ്ഞ് പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ടാവും. അങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു, ഇങ്ങനെ നോക്കിയാൽ മതിയായിരുന്നു എന്നൊക്കെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ, അതൊക്കെ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ അവർ ചിലപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ ബാക്കിയാവും, ഉമ്മമാർക്ക് നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷകളും ബാക്കിയാവും. അങ്ങനെ അവർ നമ്മ വിട്ടുപിരിഞ്ഞ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം എന്താണെങ്കിലും ലവ് യുവർ മദേഴ്സ്. നിങ്ങൾക്ക് സമയമുണ്ടാകുമ്പോൾ സ്നേഹിക്കുക എന്നുള്ളതല്ല, സമയമുണ്ടാക്കി സൗകര്യമുണ്ടാക്കി അവരെ സ്നേഹിക്കുക. കൊച്ചു കൊച്ചു സന്തോഷങ്ങളാണെങ്കിലും അത് അവർക്ക് നൽകുക, അവരെ ചേർത്ത് പിടിക്കുക, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യും. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ചെറുത്.